ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാറാം അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് തികച്ചും നിരാശാജനകമാണ്. ഇന്ത്യയെപ്പോലെ ഒരു വലിയ രാഷ്ട്രത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, ജനങ്ങളെക്കുറിച്ച് ഒരു തരത്തിലുള്ള പ്രതീക്ഷയുമില്ലാത്ത നിലയിലാണ് ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു കാർഷിക രാജ്യമാണ് ഇന്ത്യ. ആ കാർഷിക രാജ്യത്തിൻ്റെ കാർഷിക മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രതിസന്ധികളുണ്ട്. കാർഷിക ഉൽപ്പാദന മേഖലയിൽ ഇന്ന് കൃഷിക്കാർ തികച്ചും നിരാശരാണ്. ഇവിടെ 21-22 വർഷത്തിൽ ഏതാണ്ട് 13 മാസക്കാലം നീണ്ടു നിൽക്കുന്ന വലിയൊരു കർഷക സമരം ഡൽഹിയിൽ അരങ്ങേറി. ഡൽഹിയുടെ പരിസര പ്രദേശത്ത് ഡൽഹിയിലേക്കുള്ള വഴികൾ ഉപരോധിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് കൃഷിക്കാർ കുടുംബസമേതം, സ്ത്രീകളും കുട്ടികളും എല്ലാം ഒത്തുചേർന്ന് നടത്തിയിട്ടുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ അത്യപൂർവമായൊരു സമരമായിരുന്നത്. ആ സമരമുഖത്ത് നിരവധി കൃഷിക്കാർ രോഗം പിടിച്ച്, വാർദ്ധക്യം ബാധിച്ച് ഒക്കെ സമരമുഖത്ത് തന്നെ മരിച്ചു. ഏതാണ്ട് 700-ൽ പരം കൃഷിക്കാരാണ് ഈ ലക്ഷങ്ങൾ അണിനിരന്ന സമരത്തിൽ മരണപ്പെട്ടത്. ഇന്ത്യയിൽ ഒരു 4-5 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ രംഗത്ത് വന്ന് കൃഷിക്കാരോട് മാപ്പ് അപേക്ഷിച്ചു. നിങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാം എന്ന് കൃഷിക്കാർക്ക് വാഗ്ദാനം നൽകി. പക്ഷേ ആ വാഗ്ദാനങ്ങളൊന്നും കേന്ദ്ര ഗവൺമെൻറ് കാർഷിക മേഖലയിൽ ഇതുവരെ നടപ്പിലാക്കിയില്ല. ഇന്ന് ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ മുഴുവൻ നിയന്ത്രണവും കോർപ്പറേറ്റുകൾ പടിപടിയായി കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് കൃഷി ചെയ്യണം, കാർഷിക വിഭവങ്ങൾക്ക് എത്ര വില നിശ്ചയിക്കണം, എന്ത് വളം ഉപയോഗിക്കണം എന്നെല്ലാമുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഇപ്പോൾ കോർപ്പറേറ്റുകളാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം പോലും നിയന്ത്രിക്കപ്പെടുന്ന കോർപ്പറേറ്റുകളുടെ ആധിപത്യം രാജ്യത്തുണ്ടായി. അത്തരമൊരു നിയമത്തിനെതിരായിട്ടാണ് അവിടെ സമരം നടന്നത്. ഇന്ന് ഇന്ത്യയിലെ കൃഷിക്കാർ അന്ന് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ള വാഗ്ദാനം നടപ്പിലാക്കിയില്ല. അന്ന് കൃഷിക്കാർ നേരിട്ട എല്ലാ പ്രയാസങ്ങളും ഇപ്പോൾ തുടരുകയാണ്. കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ല. കാർഷികോൽപ്പന്നങ്ങൾ പലതും ഇറക്കുമതി ചെയ്യുന്നു. രാസവളങ്ങൾക്ക് വൻപിച്ച വിലക്കയറ്റം. കൃഷിക്കാരുടെ കുട്ടികൾക്ക് സംരക്ഷണം ലഭ്യമാകുന്നില്ല. അവർക്ക് സാമ്പത്തിക ക്ഷീണം കൊണ്ട് വിദ്യാഭ്യാസം പോലും കൃഷിക്കാരുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിയാതെ വരുന്നു. ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഇപ്പോഴും ഇന്ത്യയിലെ കൃഷിക്കാർ കടുത്ത ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുകയാണ്. ആ കർഷക ജനസാമാന്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു നടപടികളും പ്രഖ്യാപനങ്ങളും ഉണ്ടായില്ല. തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് ഇന്ത്യയിൽ. യുവജനങ്ങൾ വല്ലാത്ത അസ്വസ്ഥരാണ്. IT മേഖലയാണ് ഇന്ന് ഇന്ത്യയിൽ പ്രതീക്ഷ നൽകുന്നത്. എന്നാൽ ആ തൊഴിൽ രഹിതരായിട്ടുള്ള യുവജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം പകരാനുള്ള ഒരു നടപടിയും ഈ പുതിയ ബഡ്ജറ്റിലില്ല.